ஹலோ மக்களே! வெல்கம் பேக் டூ அவர் சேனல். இன்னைக்கு இந்த வீடியோல எத பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ஆவேசம் மூவிலேருந்து பார்த்தீங்கன்னா, சீன் 2 தான் இன்னைக்கு வந்து நம்ம ரியாக்ட் பண்ண போறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா, சீன் 1 வந்து பார்த்தீங்கன்னா வந்து காலேஜ்ல வந்து ராக்கிங்கு, அ ஃபைட் அப்படிங்கிற மாரி வந்து போயிருக்கும். அதுல வந்து பார்த்தீங்கன்னா, ஜூனியர போட்டு வந்து வெளு வெளுன்னு வந்து வெளுத்திருப்பாங்க. அவங்க வந்து பார்த்தீங்கன்னா, ரிவெஞ்ச் எடுக்கணும் அப்படின்னு சொல்லிட்டு ஒயின் ஷாப்ல போய் வந்து டான வந்து தேடிக்கிட்டு இருப்பாங்க. அந்த டான வச்சு தான் இவங்கள வந்து அட்டாக் பண்ணணும் அப்படின்னு சொல்லிட்டு, அந்த டான் வந்து யாருன்னு சொல்லிட்டு தெரியல. சீன் 2ல தான் வந்து பார்த்தீங்கன்னா, அந்த டான் வந்து வருவாருன்னு சொல்லிட்டு நினைக்கிறேன். ஓகே, இந்த வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி நீங்க யார் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. கண்டிப்பா பார்த்துக்கிட்டு இந்த வீடியோ கண்டிப்பா ஒரு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போலாம். എന്റെ ചേട്ടന്മാര് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുത്തി കോളേജിലൊക്കെ എന്തിനാണ് നടക്കണെന്നല്ലോ ഇവിടെ മോനെ ലൈറ്റർ ഉണ്ട് ഇത് രണ്ടു പോലെ വരാം வேற மாதிரி எங்க என்ட்ரன்ஸ் தாறுமாறா இருக்கும். കോളേജ് സ്റ്റുഡൻസ് എവിടെ പോയാലും ഇതുപോലുള്ള എറണക്കെട്ട മലയാളികളൊക്കെ ആണല്ലേ ഏതോ ഡ്രൈവറാണെന്നോ വെള്ള ഡ്രൈവർ ഇയാളാണോ ഞങ്ങൾ കത്തിച്ച് ഇയാളോ ഇയാളെന്തോ സ്വർണ്ണം മുഴുവൻ ജൂലറിയുടെ പരസ്യത്തിലെങ്ങനെ കൊണ്ടിരുത്തേക്കുന്നേ നീ നമ്മളെ കൊണ്ടേ പുലിയുടെ പരസ്യം പോലെ ആയിരിക്കും. അജു അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞ അതിവിടെ പറയേണ്ട ഒരു കാര്യം ആ ഒടുക്കത്ത് തിരക്കടാ നമുക്ക് പോയാലേ പോവാന് എടാ ഈ പരിപാടിയും നടക്കൂലടാ നമുക്ക് പോലെ പഠിക്കുന്ന പരിപാടി നോക്കാം. നീ പോയി അമ്മയെ വിളിച്ചത് ഓട് അതുപോലെ അവിടെ ഒരു സ്ഥലം പഠിക്കണം അങ്ങോട്ട് ഞാൻ പോകുന്നൊന്നുമില്ല ഇനി അത് പറഞ്ഞത് മോഹൻലേ ಬೇರೆ ಕಡೆ ಹೋಗಿ ಬೇರೆ ಕಡೆ ಹೋಗಿ ഒരു കബാബ് കൂടെ പറയും கபா മറ്റേ കക്കൂസ് വെച്ചിട്ടാണ് അയാൾ ഇപ്പൊ വന്ന ടേബിളിൽ ഇരിക്കും കേട്ടോ. വീട്ടിൽ എഴുന്നേപ്പിച്ചു വിടും നമുക്ക് ലൈവായിട്ട് കാണാം. അതെന്താ പരിപാടിയാണോ? നമ്മളിരുന്നപ്പോ അയാൾ നമ്മളെ എഴുന്നേപ്പിച്ചിട്ടല്ലോ. ഇപ്പൊ അയാൾ തോന്നി പുള്ളിക്കാരാണ് ബുക്ക് ചെയ്തത്. സ്വർണ്ണമൊക്കെ ഉറച്ചില്ല നമ്മുടെ ടാർഗറ്റ് நம்மளோட டார்கெட் വെറുതെ അതുവരെപ്പോ അമ്മമാരെ തള്ളം കൊണ്ട് തിരിച്ചു വരണോ? നമസ്കാരാണ് ಚೆನ್ನಾಗಿದ್ದೀರಾ? நடிப்பு அரக்கன். അയാളെ കണ്ടിട്ട് ഏതോ വലിയ ടീമാണെന്നാ തോന്നുന്നു. അതായത് നിനക്ക് ബാത്റൂം വെച്ച് കുറച്ചുകൂടെ മാനിയിട്ട് പെരുമാറായിരുന്നു. ഒരുമാതിരി കോപ്പിൽ വർത്താനം പറഞ്ഞേട്ടാ. അതൊക്കെ നീ ഒരു കാര്യം നൈസായിട്ട് പോയി മുട്ടി ഞാൻ എന്തിനു പോണം? നമുക്ക് 3 പേർക്കും ഒരുമിച്ച് പോവാം. വേണ്ട 3 രൂപ മുടിഞ്ഞു പോകുന്നു. നീ എന്നെ പോയത് എന്നാ നിങ്ങൾ ആരെയും പോകും ശരിക്കും. എടാ നിന്റെ അടുത്തല്ലേ തീപ്പെട്ടി വെച്ച് അപ്പൊ നീ എന്നെ പോയി സംസാരിക്കണം. എനിക്ക് വയ്യളിയ, എനിക്ക് പേടിയാണ്. എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ കൊണ്ട് വന്നേ ഇങ്ങോട്ട് വാ. നീ ഇത് പിടിച്ചേ. നീ നേരെ പുള്ളിയുടെ അടുത്തേക്ക് ലൈറ്റർ പോയി പുള്ളി ലൈറ്റർ ഇടാൻ തിരിക്കും. അപ്പൊ നീ പറയണം
അയ്യോ ചേട്ടന്റെ ഓർമ്മയില്ലേ നമ്മൾ ഇന്നലെ ബാത്റൂമിൽ വെച്ചേണ്ട അത്ര അറിയാം പ്ലീസ് അവന്റെ ഒരു പ്ലീസ് അല്ലേ ഒന്ന് പോണേ ரிகர்சல் பார்க்க ഉണ്ടോ മനസ്സിലായില്ലേ ടോയ്ലറ്റിലെ ഇന്നലെ മനസ്സിലായി കിട്ടോ ഫ്രണ്ട്സാ ഇല്ലേ അവിടെ என்ன சொல்ல வராருன்னு ஒண்ணும் தெரியல. செம்ம செம்ம. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലടാ ഞാൻ ഇവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുന്നു ഇപ്പൊ കണ്ടാ എടാ എന്തോരം ആൾക്കാരുടെ അയാൾക്ക് നമ്മളൊക്കെ ഡെയിലി കാണുന്നില്ലേ ഇവരൊക്കെ ഉണ്ടാകാമായിരുന്നു ശരിയാ എടാ ഇവന്റെ മറ്റേ ടാർഗറ്റ് അവിടെ ഒന്ന് കുമ്പിട്ട് നിൽപ്പുണ്ടായിരുന്നല്ലോ ആരായാലും എന്താ കാര്യം നടന്നാ പോലെ എങ്ങോട്ടാ ഹോസ്പിറ്റലിലോട്ട് വേണ്ട കുഴപ്പമില്ല ഇല്ല നിങ്ങൾ നടന്നു അന്ന് ചേച്ചൻ പോലെ ചേച്ചനോ എന്തിനാ വേണ്ടാ ഞങ്ങള് കാണാലോ என்ன சொன்னாரு புரியல என்ன சொன்னாரு അയാളോട് പെട്ടെന്ന് കമ്പനി ആയിട്ട് കാണും ഇവന് ഇടിച്ചു കമ്പനി ആയല്ലോ ഏയ് പാട്ട് നല്ലതെന്ന് പറയാൻ ഓ எல்லாரும் பரிச்சயம் எல்லாரும் மீட் பண்ணுவா കണ്ണൊന്നുമില്ല ചേട്ടാ കണ്ണ് കണ്ണ് അണ്ണാ കണ്ണ് മറന്നു എടുക്കാൻ മറന്നു ஐயோ തകോമ്പത്തിൽ വാ ഞാനത് തല്ലില്ലാണ് എടാ മോനെ രംഗച്ചോട്ട് കാണിച്ചു മതി എടാ നാളെ കാണിക്കട്ടെ അമ്മാടെ ഇതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം രംഗച്ചേട്ടാ ഇനി തല്ലാൻ പോകുമ്പോ നമ്മളെ കൂടെ കൊണ്ടുപോകും വേണം 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 നിങ്ങൾ ഇവിടെ വിദ്യാഭ്യാസത്തിൽ വന്ന് അത് കറക്റ്റ് ആച്ചാ
അണ്ണനെയും കൊണ്ട് കോളേജിൽ ചേരാൻ പറ്റ പൈസ മുഴുവൻ എടുത്ത് ഒരു പൊട്ട ഷെയർ മാർക്കറ്റ് കമ്പനി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചു. കമ്പനി 8 നിലയെ പൊട്ടി. അണ്ണന് പിന്നെ കോളേജ് ചേരാൻ പറ്റില്ല. പിന്നെ അണ്ണൻ കാട്ടയിൽ നാട്യോട്ടടി. പക്ഷേ അണ്ണന്റെ ഒരു മുടിഞ്ഞ ഭാഗ്യം എന്താണെന്നറിയോ? പിന്നീട് ആ കമ്പനി ക്ലച്ച് പിടിച്ച് ഇറക്കിയ പൈസ 40 ഇരട്ടിയായിട്ട് തിരിച്ചിട്ട്. പിന്നെന്തായി അയാൾ പിന്നെയും വന്നു. അണ്ണന് കിട്ടിയ കാശ് മുഴുവൻ എടുത്ത് ബാംഗ്ലൂരിൽ ഒരു അറ്റത്ത് ആർക്കും വേണ്ടാത്ത കുറത്ത് അരിശൂമയോട് മേടിപ്പിച്ചു. അങ്ങനെ അണ്ണൻ പിന്നെയും ജ്യൂസേടെ ഇന്ന് അടിയോടെ അല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ ചേട്ടാ, ഫുൾ കഥ ഇങ്ങനെയാണ്. എന്താടാ നിനക്ക് ബോറടിച്ചത്? ഇല്ല, ബോറൊന്നും അടിച്ചില്ല. നിനക്ക് മാസാണ് വേണ്ടത്. അപ്പോ ജ്യൂസ് കട പതിവ് പോലെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണൻ അവിടെ അലമ്പുണ്ടാക്കുന്ന കേൾക്കുന്ന ഗുണ്ടൻ വിത്ത് ടോൾസ്. ഞങ്ങളുടെ നാട്ടിലേക്ക് അത്ര അമേരിക്ക ആക്ഷൻ. അവിടെ വെച്ചാണ് റെഡ്ഡി അണ്ണൻ ആദ്യമായി കാണുന്നത്. വിത്ത് സോഡ ഓപ്പണർ. അന്ന് മുതൽ അണ്ണൻ റെഡ്ഡിയുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തു. இந்த மாதிரிதான் இங்க கட்டிங் நிறைய பேர் முடி இப்படி தான் கட்டிருப்பாங்க இங்க. അണ്ണന്റെ മുന്നിൽ 30 കുണ്ടകൾ. അണ്ണൻ ഒറ്റയ്ക്ക്. ഈ കുണ്ടകളുടെ പുറകിലായിട്ട് അവരുടെ നേതാവ് എന്ത് ചെയ്യും? ஒரு ஆயுதமே தானா? ഓ இவரு
இவரோட இதுக்கு இவர் கொஞ்சம் சொல்லிக்கிட்டு இருக்காரு. ചേട്ടാ ഞങ്ങളെ കൂടെ തല്ലാൻ കൊണ്ടുപോകും. ഓ തല്ലാൻ കൊണ്ടുപോകേ ഇപ്പൊ സംസാരിച്ചു നോക്കാം അണ്ണാ ഇവിടെ തല്ലാൻ കൊണ്ടുപോകേ എന്നാ അപ്പൊ ഓക്കെ എവിടെ പോണേ അപ്പൊ നാളെ ഓക്കെടാ അപ്പൊ നാളെ കാണാം. ഓക്കെ കല്ല നന്നായിട്ട് വെള്ളം കുടിച്ചാണ് അണ്ണന്റെ മനസ്സിലല്ല. ഒരു ദിവസം അണ്ണന്റെ കുണ്ടാപ്പണിയൊക്കെ എറിഞ്ഞ് അമ്മയ്ക്കിട്ട് പോയപ്പോ ഒട്ടും കുലുങ്ങി കരിങ്കല്ല് പോലെ എനിക്ക് ഇനി ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. എപ്പോ നീ ഇതൊക്കെ നിർത്തുന്നു അന്ന് ഞാൻ തിരിച്ചു വരാം. ഇപ്പൊ ഞാൻ പോകും. അല്ലെങ്കിൽ ഇന്ന് മുതൽ നീ നിന്റെ കുണ്ടാപ്പണി മുഴുവൻ നിർത്തുവാണെങ്കിൽ ഞാൻ അവസാനമാണ് റെഡ്ഡിയുടെ അടുത്ത് റിസൈൻ ചെയ്തു സ്വന്തം സെറ്റപ്പിൽ പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന അണ്ണനായി നമ്മുടെ രംഗണ്ണൻ. நல்லா இருக்கு இந்த கெட்டப்பு. എന്തൊരു തള്ളാണ് നമ്മളെന്തിനാണ് തള്ളാൻ കേൾക്കണത്? ഇഷ്ടം പോലെ കള്ളം കബാബ് കിട്ടുന്നില്ലേ? അപ്പൊ കുറച്ച് തള്ളൊക്കെ സഹിക്കാം. കള്ളു കൂച്ചാനല്ല തിരിച്ചടിക്കാനാ. തിരിച്ചടിക്കണ്ടേ? അപ്പൊ കുറച്ചൊക്കെ സഹിച്ചു വരും. എന്നാലും എന്തോ ഒരു കാര്യം ചേട്ടാ എടാ മോനെ ഇളഹാക്കിയുള്ള അടിയുണ്ട് വെറുതാ പിന്നെന്താ ഗാഡി വിടാം കയറിപ്പോരി. എടാ മോനെ 9 മണിക്ക് തുടങ്ങുവേ. വരാം ചേട്ടാ വരാം. എടാ രാത്രി രംഗച്ചേട്ട തല്ലാൻ കൊണ്ടുപോകാം വണ്ടി വിടുവെന്നപ്പോ. ഈ ബെൻസൊക്കെ കിടന്നിട്ടാണോ ഇനി ഈ വണ്ടി കിടന്ന് കറങ്ങുന്നത്? അതൊക്കെയാണ് ഒരു ടേസ്റ്റ്. അത് അവിടെ ഡാൻസ് കളിക്കണ്ട ഇല്ലേ? ഇല്ല പിടിച്ച അല്ല ഏതോ സ്ഥലമൊക്കെ മേടിച്ചുള്ള പൈസയൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെ? അന്ന് വാങ്ങി തരിശ് ഭൂമിയില്ലേ അവിടെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ. எவ்வளவு வெள்ள சட்டை இருக்கு. புஷ்பா 2க்கு தான் வெயிட்டிங். நீங்க எத்தனை பேர் வெயிட் பண்றீங்கன்னு கமெண்ட் செக்ஷன்ல சொல்லுங்க. கொஞ்சம் சீன் வந்தாலும் தலைவர் வேற மாதிரி பண்ணிருப்பாரு.
நான் மிட்டக்கன் கேட்டா ஓடி 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 ഈ രംഗച്ചേട്ടൻ ആരും ഇടിക്കാത്ത അന്നോട് അമ്മ എല്ലാം നിർത്തി വരാൻ പറഞ്ഞത്. പക്ഷെ അണ്ണൻ എല്ലാം നിർത്തി ചെല്ലുന്നതിന് മുന്നേ അമ്മ മരിച്ചു. അയ്യോ അന്നാണ് തീരുമാനിച്ചു ഇനി ആ കൈ കൊണ്ട് ആരെ തല്ലില്ലെന്ന്. அதே கரெக்டா கொண்டு போயிருப்பாங்க. சூப்பர் சூப்பர் சூப்பர். ஃபாஃபா என்ட்ரி வந்து பார்த்தீங்கன்னா வேற லெவல்ல இருந்துச்சு. எல்லாம் உட்காந்து எல்லாம் உட்காந்து எல்லாம் நின்று பாத்ரூம் போய்கிட்டு இருக்காங்க. அர்ஜென்ட்டா வந்து பார்த்தீங்கன்னா வந்து ஏன்டா மவனே ஏதோ சொல்லும்போதே நினைச்சேன் சரி என்ட்ராட்டுக்கு அப்படின்னு சொல்லுவாங்க. கரெக்டா என்ட்ரு. சிகரெட் வந்து கேட்பாரு. அவர் சிகரெட் அடிக்க அந்த கரெக்டா அவர் வாயிலேயே போய் வந்து பத்த வச்சிருப்பாரு. வேற மாதிரி இருந்துச்சு. அவருக்கோசரம் வந்து பார்த்தீங்கன்னா வந்து நிறைய வந்து ஹெல்ப் பண்ண போறான்னு சொல்லிட்டு நினைக்கிறேன். பார்ல வந்து பார்த்தீங்கன்னா ஒவ்வொரு கதையா வந்து எடுத்து சொல்லிக்கிட்டு இருக்காங்க. இது வந்து பார்த்தீங்கன்னா வந்து நிஜமே அவர் வந்து பார்த்தீங்கன்னா ஒரு டானா இல்ல இவங்களுக்கு இவங்கள்ட்ட எப்படி நம்புறதுக்கோசரம் இவங்க எல்லாம் சொல்லிட்டு இருக்காங்களா என்னன்னு சொல்லி தெரியல. இருந்தாலும் வந்து பார்த்தீங்கன்னா, ஃபகத் ஃபாசிலோட நடிப்பு வந்து பார்த்தீங்கன்னா, அரக்கன் அல்டிமேட்டா வந்து பார்த்தீங்கன்னா நடிச்சிருக்காரு. நெக்ஸ்ட் சீன்ல வந்து பார்த்தீங்கன்னா, என்ன வருது அப்படின்னு சொல்லிட்டு நம்ம இன்னொரு சீன்ல வந்து நம்ம ரியாக்ட் பண்ணுவோம். ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு, உங்களுக்கு இது போல ஒரு நல்ல வீடியோ அப்படி எதனா வேணும்னு சொல்லிட்டு கேட்டீங்கன்னா, கண்டிப்பா வந்து பார்த்தீங்கன்னா, நம்ம Instagram வந்து ஃபாலோ பண்ணாதவங்க ஃபாலோ பண்ணிட்டு என்ன மூவி பண்ணலாம் அப்படின்னு சொல்லிட்டு அங்க வந்து பார்த்தீங்கன்னா, நம்மளுக்கு வந்து மெசேஜ் பண்ணுங்க. நம்ம கண்டிப்பா நம்ம ரிப்ளை பண்ணுவோம். இது போல நல்ல வீடியோல நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.